ഇപ്പോൾ ഞാൻ മൊപ്പ ഇൻ്റർനാഷണൽ എയർപോർട്ടിലെത്തി. അവിടേക്ക് പോണ വഴിയാണ്. എൻട്രൻസ് കയറി. റോഡ് അത്ര നല്ല റോഡൊന്നുമല്ല. അതിൻ്റെ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എയർപോർട്ടിൽ കയറുന്ന കാഴ്ചകൾ. ഗോവയിൽ, നോർത്ത് ഗോവയിലുള്ള എയർപോർട്ടാണ് മൊപ്പ ഇൻ്റർനാഷണൽ എയർപോർട്ട്. പുതിയ എയർപോർട്ട് ഗോവയിലത്തെ. ഗായ്സ്, അങ്ങനെ നമ്മൾ ഗോവ എയർപോർട്ടിൻ്റെ അവിടെ എത്താറായി. ഇതവിടെ ടെർമിനൽ കാണാം, ഗോവ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ. അതായത് പുതിയ ഗോവ ഇൻ്റർനാഷണൽ എയർപോർട്ട് മൊപ്പ. നോർത്ത് ഗോവയിലാണ് എയർപോർട്ട് ലൊക്കേറ്റ് ചെയ്യുന്നത്. കാണാൻ നല്ല ഭംഗിയുള്ള എയർപോർട്ട്. കണ്ട സ്ട്രക്ചറൊക്കെ വന്നിട്ടേക്കണത് സൂപ്പറായിട്ട്. അപ്പോൾ നമ്മൾ കാറിൽ നിന്ന് ഇറങ്ങി വരാന്ത ഷെയ്ഡിൻ്റെ ഉള്ളിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുക എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക്. അപ്പോൾ ഡൊമസ്റ്റിക് ടെർമിനലിലേക്ക് പോകേണ്ടത്. അതായത് ഞാൻ പോകുന്നത് കൊണ്ട് ഗോവ ടു ബാംഗ്ലൂർ എയർപോർട്ട്, ആകാശ എയറിൽ. അപ്പോൾ ഞാൻ ടെർമിനലിൻ്റെ ഉള്ളിലേക്ക് നടന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഞാൻ ടെർമിനലിൽ അവിടേക്ക് നടന്നുകൊണ്ടിരിക്കുക. ഇതാണ് ഗോവ എയർപോർട്ടിൻ്റെ പുറത്തുള്ള കാഴ്ചകൾ. നല്ല വെയിലുണ്ട്. ഉച്ച സമയമാണ്, 1 മണി നേരം. ഗോവയിൽ ഇതിപ്പോൾ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് മൊപ്പ നോർത്ത് ഗോവയിൽ, മൊപ്പയിൽ. ഇതാണ് പുതിയ എയർപോർട്ട് ഗോവയിലത്തെ. ഇതേവിടെ ഡിപ്പാർച്ചർ ടെർമിനലാണ് ഇപ്പോൾ കാണുന്നത്. അതിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ കയറി പോകേണ്ടത് നമ്മൾ. ഇപ്പോൾ ടെർമിനലിനകത്ത് കയറി. ഇതാണ് ഇപ്പോൾ ഉള്ളിലത്തെ കാഴ്ചകൾ ഗോവ എയർപോർട്ടിൻ്റെ. അവിടെ ചെക്ക് ഇൻ കൗണ്ടർ, എസ്കലേറ്റർ. ഇതിവിടെ വലിയ സ്ക്രീനൊക്കെ ഉണ്ട്, അതിൽ പരസ്യം കാണിക്കുന്നുണ്ട്. അടിയിലത്തെ ചെക്കിങ് കഴിഞ്ഞ് എസ്കലേറ്റർ കയറി ഇപ്പോൾ മുകളിലെത്തി. മുകളിലേക്ക് പോകണം, ഗേറ്റിൻ്റെ അവിടേക്ക് പോകാൻ. CISFൻ്റെ ചെക്കിങ് കഴിഞ്ഞ് നമ്മൾ ഗേറ്റിൻ്റെ അവിടേക്ക് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതാണ് ഗേറ്റിൻ്റെ അവിടേക്ക് പോണ വഴി. വലിയ തിരക്കൊന്നും കാണാനില്ല എയർപോർട്ടിൽ. അവിടുത്തെ എയർപോർട്ടിൻ്റെ മുകളിലത്തെ ഉൾഭാഗം ഗോവൻ ബിൽഡിങ്സ് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. നമ്മളിങ്ങനെ കുറച്ചുകൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഡ്യൂട്ടി പീരീഡ് സ്റ്റാർട്ട് ചെയ്യണം. നമ്മൾ ഡ്യൂട്ടി പീരീഡിൻ്റെ അവിടെ എത്തി. അവിടെ ഇഷ്ടംപോലെ ഷോപ്പുകളുണ്ട്. വാച്ച്, കണ്ണാട, ഡ്രസ്സ്, ബാഗ്, പിന്നെ ഇലക്ട്രോണിക്സിൻ്റെ ഷോപ്പൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഫുഡുണ്ട്. കുറച്ചവിടെ നടക്കണം ഗേറ്റിൻ്റെ അവിടേക്ക് എത്താൻ. നല്ല രസമുള്ള എയർപോർട്ടാണ്. പക്ഷെ അധികം തിരക്കൊന്നുമില്ല എയർപോർട്ടിൽ. നല്ല കാമാണ് എയർപോർട്ട്. ഇപ്പോൾ ഡ്യൂട്ടി പീരീഡിൻ്റെ ഉള്ളിൽ കൂടെ ഓരോ ഷോപ്പുകളും കണ്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഇഷ്ടംപോലെ ഷോപ്പുകളുണ്ട് ഇവിടെ, എന്ത് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം. 3:30-ക്കാണ് ഫ്ലൈറ്റ്. അതുവരെ എങ്ങനെ സമയം നീക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന്.
ഗേറ്റും തപ്പി ഞാൻ നടന്നുകൊണ്ടിരിക്കുക. ഗേറ്റ് കണ്ടുപിടിക്കണം. അവിടെ KFCയുടെ ഷോപ്പൊക്കെ ഉണ്ട്. റൈറ്റ് സൈഡ് സോഫയൊക്കെ ഉണ്ട്, നമുക്ക് അവിടെ പോയി റെസ്റ്റ് എടുക്കാം. പിന്നെ ലെഫ്റ്റ് സൈഡിൽ ഗോവൻ സ്റ്റൈലിലാണ് ഇവിടെ ഷോപ്പിൻ്റെ ഫ്രണ്ടൊക്കെ പണിതിട്ടേക്കുന്നത്. വേണ്ട, പല പല കളർ അടിച്ചിട്ട്. ഇപ്പോൾ ഒരു സൈഡ് നടന്നു ഒരറ്റം വരെ, ഇനി മറ്റേ അറ്റത്തേക്ക് മറ്റേ എൻ്റെയിലേക്ക് ഞാൻ പോയിക്കൊണ്ടിരിക്കും നടന്ന്. അവിടെ എന്തൊക്കെയുണ്ടെന്ന് നോക്കാൻ. അങ്ങനെ രണ്ട് സൈഡിലേക്ക് നടന്ന് ചെക്കിങ്ങിൻ്റെ ടൈമായി. അപ്പോൾ ഗേറ്റിൻ്റെ അവിടേക്ക് നടന്നു, ഗേറ്റിനുള്ളിലേക്ക് കയറി ഫ്ലൈറ്റിനടിക്ക് പോകേണ്ട സമയമായി. ഫ്ലൈറ്റിലേക്ക് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ എയറോ ബ്രിഡ്ജിലൊക്കെ പോകുമ്പോൾ സ്പൈസിൻ്റെ ഫ്ലൈറ്റുകൾ കാണാം. പുഷ് ബാക്കിന് റെഡി ആയിട്ട് ടോക്കാട്ടൊക്കെ കട്ട് ചെയ്തിട്ടു. ഇപ്പോൾ ഫ്ലൈറ്റിനുള്ളിലേക്ക് കയറി ആകാശ ഗോവ ടു ബാംഗ്ലൂർ 3:30 ഫ്ലൈറ്റ്. ഇപ്പോൾ ബോർഡിങ് നടന്നുകൊണ്ടിരിക്കുക. വിൻഡോ സീറ്റാണ് കിട്ടിയേക്കുന്നത്. അത് എഞ്ചിൻ്റെ അവിടെ, വിങ്ങിൻ്റെ അവിടെ. ഗോവ എയർപോർട്ട് പുറത്തത്തെ കാഴ്ചകൾ. ഫ്ലൈറ്റ് പുഷ് ബാക്ക് ചെയ്ത് തുടങ്ങി, പോവാറായി. സ്റ്റാർട്ട് ചെയ്തു ഫ്ലൈറ്റ്. से बाहर निकलने की कोशिश करें। अधिक जानकारी के लिए कृपया सुरक्षा निर्देश पत्र पढ़ें जो आपके सामने की सीट पॉकेट में रखा है। धन्यवाद। Ladies and gentlemen, as your safety is strictly prohibited, smoke detectors are installed in all the lavatories. Mobile phones and other electronic equipment may be used on flight mode during the flight once the seatbelt signs have been switched off. Government of India regulations prohibits photography at defense airports. Please check with your crew or ground staff before taking photographs. As we prepare for takeoff, please ensure that your hand baggage is stored in the overhead bins or under the seat in front of you. Your seatbelt. അങ്ങനെ ഗോവ എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റ് ടേക്ക് ഓഫായി ബാംഗ്ലൂർക്ക്. 1.5 മണിക്കൂറിൻ്റെ ട്രാവലുണ്ട് ഗോവ ടു ബാംഗ്ലൂർ. ഇപ്പോൾ ഫ്ലൈറ്റിൽ നിന്ന് അടിയിലത്തെ കാഴ്ചകൾ കാണാം. ഫുള്ള് ഫോറസ്റ്റ് ആണെന്ന് തോന്നുന്നു.
ഫ്ലൈറ്റ് ഇപ്പോൾ താഴ്ന്നു പറന്ന് തുടങ്ങി. ബാംഗ്ലൂർ എത്താറായി. ബാംഗ്ലൂർ എയർപോർട്ടിൽ ഫ്ലൈറ്റ് ലാൻഡ് ആവാറായി. ഫ്ലൈറ്റ് ഇപ്പോൾ ബാംഗ്ലൂർ എയർപോർട്ട് എത്തി. ഗോവയിൽ നിന്ന് 1.5 മണിക്കൂർ കഴിഞ്ഞ് ഇപ്പോൾ മണി 5, 4:30, 4:45 ടൈമായി. നമ്മൾ എയർപോർട്ടിൻ്റെ പുറത്ത് കിടന്നു. ഇനി റൂമിലേക്ക് പോവാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.